ഇവിടെ വയസ്സായാൽ സ്ത്രീകൾ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ് ഒരു പയ്യനെ പൊതു സ്ഥലത്ത് വെച്ച് അടിക്കുന്നു. അതിനുശേഷം അയാളും കൂട്ടുകാരും നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഗുളികയെ പറ്റി സംസാരിക്കുന്നു. ആ ഗുളിക തൻ്റെ കയ്യിൽ സേഫ് ആണെന്നും അയാൾ പറയുന്നു. പിന്നീട് വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് മരിക്കുന്നു. മരിച്ചതായി അയാളുടെ മൂത്ത മകൻ മനസ്സിലാക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ് അനിയനെ എത്തുന്നു. പക്ഷേ മരണത്തെക്കാൾ ഇരുവരെയും ഞെട്ടിച്ചത് അയാൾ മരിച്ചിട്ടും അയാളുടെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നതാണ്. പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് വലിയ നാണക്കേടാകും എന്ന ഭയത്താൽ അവർ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഉലയ്ക്ക കൊണ്ട് ഉരുട്ടിയും ടേപ്പ് വെച്ച് മറയ്ക്കാമെന്നും നോക്കുന്നു. പക്ഷേ ഒന്നും ഫലിക്കാതെ അവർ പൂർണ്ണമായും പരാജയപ്പെടുന്നു. അമ്മയും ചെറിയമ്മയും വീട്ടിലെത്തുമ്പോൾ അവരും ഈ അവസ്ഥ കണ്ടാകെ ടെൻഷനിലാകുന്നു. അതിനിടയിൽ അയൽക്കാരി കമല വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നതോടെ സംശയം കൂടി വരുന്നു. ഡോക്ടർമാരെ വിളിച്ചെങ്കിലും വീട്ടിലേക്ക് വരാൻ ആരും തയ്യാറാകുന്നില്ല. അതിനാൽ ഡെഡ് ബോഡി ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഡോക്ടറോട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഒടുവിൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ഡോക്ടർ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. അതുവരെ നാട്ടുകാർ അറിയാതിരിക്കാൻ ഡെഡ് ബോഡി വീട്ടിൽ തിരിച്ചെത്തിച്ച് അച്ഛൻ്റെ അവസാന ആഗ്രഹം ടീച്ചറെ പോലെ ഇരിക്കണമെന്നായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ ചെയറിലിരുത്തി മുന്നിൽ മേശ വെച്ച് എല്ലാവരെയും കബളിപ്പിക്കുന്നു. സമയം കടന്നു പോകുമ്പോൾ മരിച്ച ആൾക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടെന്ന സത്യം പുറത്തു വരുന്നു. അതോടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഇതിനെല്ലാം നടുവിൽ ഡെഡ് ബോഡി ഫ്രീസറിൽ കിടത്താൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു അപകടത്തിൽ മരിച്ച ആളുടെ ഉദ്ധരിച്ചു നിന്നിരുന്ന ലിംഗം താഴുന്നു. ഇതോടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പേടി മാറുകയും എല്ലാവർക്കും ആശ്വാസമാവുകയും ചെയ്യുന്നു. പിന്നീട് ചടങ്ങുകളെല്ലാം സമാധാനത്തോടെ നടത്താൻ സാധിക്കുന്നു. അവസാനം മനസ്സിലാവുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അയാൾ കഴിച്ച ലൈംഗിക ഉത്തേജക ഗുളികയാണ് എന്നത്.